ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേർണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, ഓവലേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് 9 days ആയി, ബട്ട് എനിക്ക് ചെറിയ വയറുവേദനയും കാലുവേദനയും ബ്രസ്റ്റ് പെയിനും ഒക്കെ ഉണ്ട്. പീരീഡ്സ് ആകാൻ പോകുന്ന പോലെ തോന്നുന്നു, എന്തായിരിക്കും കാരണം? അപ്പോൾ ഓവലേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസിനെ നമ്മൾ പറയുന്നത് ലൂട്ടിയൽ ഫേസ് എന്നാണ്. അപ്പോൾ ആ ഫേസിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് വയറുവേദനയും കാലുവേദനയും ബ്രസ്റ്റ് പെയിനും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ളവരിലും ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീരീഡ്സ് മിസ്സായതിനു ശേഷം ബീറ്റ HCG ടെസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് ലാസ്റ്റ് പീരീഡ് ഡേറ്റ് April 24 ആയിരുന്നു. May 23 HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 118 ആണ്. May 25 കറക്റ്റ് 48 hours ആയപ്പോൾ ബീറ്റ HCG 322 ആയി. May 27 ചെക്ക് ചെയ്തപ്പോൾ ബീറ്റ HCG 953 ആയി. May 31 ചെക്ക് ചെയ്തപ്പോൾ ബീറ്റ HCG 5279 ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഡിയർ? റിപ്ലൈ തരണേ പ്ലീസ്. അപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല, ബീറ്റ HCGയുടെ ലെവൽ ഇൻക്രീസ് ആകുന്നത് കറക്റ്റ് ലെവലിൽ തന്നെയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയും വേഗം തന്നെ ഡോക്ടറെ കാണിക്കുക, ഒരു സ്കാനിങ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഹെൽത്തി പ്രഗ്നൻസി തന്നെയാണ്, കൺഫേം ആണ്, ഒരു പ്രശ്നവുമില്ല. അടുത്ത ചോദ്യമാണ്, ഹായ് മാം, എംബ്രിയോ ട്രാൻസ്ഫർ June 3 ഇന്നലെ എൻഡോമെട്രിയൽ തിക്നസ് 10.6, ഇത് ഓക്കെ ആണോ? അപ്പോൾ ഓക്കെ ആണ്, എൻഡോമെട്രിയൽ തിക്നസ് കറക്റ്റ് ആണ്, ധൈര്യമായിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യിക്കാവുന്നതാണ്. അടുത്ത ചോദ്യമാണ്, 20 weeks ആയപ്പോൾ പ്ലാസന്റെ പോസ്റ്റീരിയർ ലോ ലൈങ് 1.3 centimeters ഫ്രം ഇന്റേണൽ ഓസ് എന്നാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ പറഞ്ഞു ഫുൾ റെസ്റ്റ് ഒന്നും വേണ്ടാന്ന്, റെസ്റ്റ് എടുക്കണോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കണ്ടിന്യൂസ് ബെഡ് റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ എന്തായാലും നമ്മൾ ഒരുപാട് കുനിഞ്ഞു നൂർന്നുമുള്ള ജോലികളൊന്നും ചെയ്യാതിരിക്കുക, അതാണ് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെറ്റർ. അല്ലാതെ വേറെ കുഴപ്പം ഒന്നും തന്നെ ഇല്ല. അടുത്ത ചോദ്യമാണ്, ആഫ്റ്റർ IVF ട്രീറ്റ്മെന്റ് വീഡിയോ പ്ലീസ്. അപ്പോൾ IVFന് ശേഷമുള്ള എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ, ഡയറ്റ് മറ്റു കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, IVFന്റെ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇഞ്ചെക്ഷൻസ് എടുക്കുന്ന ടൈമിൽ എന്താണ് പ്രിക്വേഷൻസ് ചെയ്യേണ്ടത്, ഓവം പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ വീഡിയോ എടുക്കേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് ആ ടോപ്പിക് സെർച്ച് ചെയ്യുക. അതിൻ്റെ കൂടെ @ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേർണി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ആ വീഡിയോ എത്തുന്നതായിരിക്കും. അടുത്ത ചോദ്യമാണ്, ചേച്ചി IVFലെ ഫസ്റ്റ് സ്റ്റേജായ ഇഞ്ചക്ഷൻസിലെ ഓവം ആകാനുള്ള ആ ഇഞ്ചക്ഷൻ ടൈമിൽ റെസ്റ്റ് വേണോ? അപ്പോൾ ആ ടൈമിൽ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ധൈര്യമായിട്ട് എല്ലാ റുട്ടീൻ ആക്ടിവിറ്റീസും ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. അടുത്ത ചോദ്യമാണ്, മാം ET കഴിഞ്ഞ് പറഞ്ഞ പോലെ ബീറ്റ HCG എടുത്തു 229. കോൺഗ്രാറ്റ്സ്, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇനിയും നെക്സ്റ്റ് വിസിറ്റിനായിട്ട് ഡോക്ടറെ എന്നാണ് കാണാൻ പോകേണ്ടതെന്ന് തിരക്കുക, ഡോക്ടറെ കാണാൻ പോകുക. സ്കാനിങ് എന്താണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് ചെയ്യിപ്പിക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് ഡേ 2 ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ 15/5/24 കഴിഞ്ഞു. ഇന്ന് ബീറ്റ HCG ചെക്ക് ചെയ്തപ്പോൾ 726 ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 1 centimeter അടുപ്പിച്ച് വരുന്ന ഡാർക്ക് റെഡ് ബ്ലഡ് ക്ലോട്ട് പോയി, അത് പ്രശ്നമുണ്ടോ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു തവണ പോയി എന്നോർത്ത് അത് പേടിക്കേണ്ട ആവശ്യമില്ല, അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യവുമില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് ക്ലോട്ട് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. എമർജൻസി ആയിട്ട് കഴിക്കാൻ മെഡിസിൻസ് അവൈലബിൾ ആണ്, അപ്പോൾ ആ മെഡിസിൻസ് എന്തായാലും എടുക്കേണ്ടി വരും. അടുത്ത ചോദ്യമാണ്, ചേച്ചി എൻ്റെ പീരീഡ്സ് മിസ്സായിട്ട് 1 week ആയി, ബീറ്റ HCG ചെക്ക് ചെയ്തു 0.2 ആണ് വാല്യൂ, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പോസിറ്റീവ് ആവാൻ? ഇറഗുലർ പീരീഡ്സ് ആണ്. അപ്പോൾ ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ പീരീഡ്സ് മിസ്സായി നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കുകയില്ല, കാരണം ഇറഗുലർ പീരീഡ്സ് ആണല്ലോ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്തിട്ട് പീരീഡ്സ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനിയും പീരീഡ്സ് ആയിട്ടില്ല എങ്കിൽ അപ്പോൾ ഒന്നുകൂടെ ബീറ്റ HCG ചെക്ക് ചെയ്യുക. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും ഡോക്ടറെ കാണിക്കണം. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ് നെഗറ്റീവ് ആകാൻ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പീരീഡ്സ് എന്തുകൊണ്ടാണ് ഇറഗുലർ ആയിട്ട് വരുന്നതെന്നും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി ഹമൂർ ഫിഷ് കഴിക്കാൻ പറ്റുമോ? 7 weeks പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഹമൂർ ഫിഷ് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് പ്രഗ്നൻസിയിൽ ബെറ്റർ, കാരണം ഹമൂർ ഫിഷിനകത്ത് ഒരുപാട് മെർക്കുറി കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പ്രഗ്നൻസിയിൽ നമ്മൾ എപ്പോഴും മെർക്കുറി കണ്ടന്റ് കുറവായിട്ടുള്ള ഫിഷ് വേണം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ
ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് മെർക്കുറി കണ്ടന്റ് കൂടുതലുള്ള ഫിഷ് ചൂസ് ചെയ്തിട്ട് അതിനകത്തെ മെർക്കുറി കണ്ടന്റ് എങ്ങനെയാ കളയാൻ പറ്റുക എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല, മെർക്കുറി കണ്ടന്റ് അങ്ങനെ കളയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മെർക്കുറി കണ്ടന്റ് കുറവുള്ള ഫിഷസ് വേണം ചൂസ് ചെയ്ത് അത് മാത്രം സേഫ്ലി പ്രഗ്നൻസിയിൽ കഴിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. ഹായ് ചേച്ചി, ഗ്രേഡ് 1 സുപ്പീരിയർ ക്വാളിറ്റി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ 1 ടൈം 3 എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമോ? അപ്പോൾ എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പേഷ്യൻസും ഡോക്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. പിന്നെ എൻഡോമെട്രിയൽ തിക്നെസ് ആൻഡ് പ്രൊജസ്ട്രോൺ ലെവൽ കൂടാൻ എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, എൻഡോമെട്രിയൽ തിക്നെസ്സും പ്രൊജസ്ട്രോണും ഒക്കെ കൂടാൻ എങ്ങനെയുള്ള ഫുഡാണ് കഴിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതല്ലാതെ Q&Aയിൽ 2 ദിവസം മുമ്പേ ഞാൻ ഇട്ട Q&A വീഡിയോയിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് HCG ടെസ്റ്റ് ചെയ്തു, 6.24 നോർമൽ ആണോ ഹെൽത്തി ആണോ? അപ്പോൾ HCG 6.24 എന്ന് പറയുന്ന വാല്യൂ ഒരുപാട് ലോ ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒന്നുകൂടെ HCG ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, മാം എനിക്ക് 5 എംബ്രിയോ ആണ് കിട്ടിയത്. അതിൽ ഡേ 3ൽ ഒരു എംബ്രിയോ 12 സെൽസ്, രണ്ടാമത്തെ എംബ്രിയോ 10 സെൽസ്, ബാക്കിയുള്ള 3 എണ്ണം 8 സെൽസ് ആണ് എന്നാണ് പറഞ്ഞത്. ഇത് നോർമൽ ആണോ? അപ്പൊ നോർമൽ ആണ്, പ്രോബ്ലം ഒന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ എംബ്രിയോസ് ഒക്കെ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ എത്തുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും അത് കറക്റ്റ് ആകണം എന്നില്ല. അപ്പൊ അത് എന്തായാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അടുത്ത ചോദ്യമാണ്, ചേച്ചി പീരീഡ്സ് ഡേ 25 ബട്ട് ഇന്നലെ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് കണ്ടു, അതെന്താണ്? പീരീഡ്സ് ആണോ പ്രഗ്നന്റ് ആണോ മാം? അപ്പൊ എന്തായാലും ബ്ലഡ് ഫ്ലോ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്ലഡ് പോകുന്നുണ്ട് എങ്കിൽ അത് പീരീഡ്സ് തന്നെ ആകാനാണ് സാധ്യത. ഇനിയും ബ്ലഡ് ഫ്ലോ ചെറുതായിട്ട് ഒരു സ്പോട്ടിംഗ് പോലെ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാനാണ് സാധ്യത. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമുക്ക് മനസ്സിലാകാം പീരീഡ്സ് ആണോ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്നുള്ള കാര്യം. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, എനിക്ക് 7 വീക്ക് സ്റ്റാർട്ട് ചെയ്തു, ട്വിൻ പ്രഗ്നൻസി ആണ്, ബ്ലാക്ക് കളർ പോലെ പോകുന്നു, എന്താണ്? അപ്പൊ പ്രഗ്നൻസിയിൽ ഏത് വീക്കിലായാലും നമുക്ക് എന്ത് തന്നെ ഡിസ്ചാർജസ് ഉണ്ടായാലും അത് ലൈറ്റ് ആയിട്ട് വിചാരിക്കാതെ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കുക. ബ്ലാക്ക് കളർ ഡിസ്ചാർജസ് നമുക്ക് ഉണ്ടാവുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. പഴയ കിടക്കുന്ന ബ്ലഡ് നമ്മുടെ ബോഡിക്കുള്ളിലുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബ്ലാക്ക് കളർ ഡിസ്ചാർജ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബ്ലാക്ക് കളർ ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ മിസ്കാരേജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബ്ലാക്ക് കളർ ഡിസ്ചാർജസ് ഉണ്ടാവും. അപ്പൊ എന്താണ് നമുക്ക് ബ്ലാക്ക് കളർ ഡിസ്ചാർജസ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ എന്തായാലും അതിന്റെ റീസൺ ഡോക്ടറെ കണ്ട് തന്നെ കണ്ടുപിടിക്കുക. റീസൺ അറിഞ്ഞാൽ മാത്രമേ അതിന്റെ മാനേജ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലവർക്ക് നോർമൽ ആയിട്ടും ബ്ലാക്ക് കളർ ഡിസ്ചാർജസ് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന പലതരം ഡിസ്ചാർജസിനെ പറ്റി, വൈറ്റ്, ബ്ലാക്ക്, ഗ്രീൻ, അങ്ങനെ പലതരം ഡിസ്ചാർജസിനെ പറ്റിയിട്ടും ഏതാണ് നോർമൽ, എപ്പോഴാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത്, എന്താണ് അങ്ങനെ ഡിസ്ചാർജസ് വരുമ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യമാണ്, ഹായ് ചേച്ചി, 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ET ഉണ്ടാവും. ഇപ്പോൾ ചുമയും തൊണ്ടയിൽ ഒരു ഇറിറ്റേഷനും മൂക്കടുപ്പും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് തന്നെ ET ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി ഫീവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ET മാറ്റി വെച്ചാൽ മതി. എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടും കഫും കോൾഡും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് എടുക്കേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ
വീഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ചോദ്യമാണ്, തിക്കൻഡ് എൻഡോമെട്രിയം 15.4 നോർമൽ ആണോ? റെമഡീസ് പറയുമോ? അപ്പൊ നോർമൽ അല്ല. റെമഡീസ് പറഞ്ഞു തരാം. വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ എന്തായാലും വേറെ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യമാണ്, കുറെ ഇംഗ്ലീഷ് ചാനൽ വീഡിയോസിൽ പറയുന്നത് ഡേ 3 എംബ്രിയോ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യരുത്, ഡേ 5 ഒള്ളി ചെയ്യുക. ലാബ് ബാഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലാണ് ഡേ 5 കിട്ടാത്തത് എന്ന്. ഇതിനെക്കുറിച്ച് പറയുമോ? അപ്പൊ എപ്പോഴും നല്ലത് ഡേ 5, അതായത് ബ്ലാസ്റ്റോസിസ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് തന്നെയാണ്. സക്സസ് റേറ്റ് കൂടാൻ അത് തന്നെയാണ് നല്ലത്. പക്ഷേ നമ്മൾ എപ്പോഴും 100% നമുക്ക് പറയാൻ സാധിക്കില്ല ഡേ 5 എംബ്രിയോ അല്ലെങ്കിൽ ഡേ 6 എംബ്രിയോ, അതായത് ബ്ലാസ്റ്റോസിസ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആകുമെന്ന്. ഡേ 3യും ഡേ 2വും ചെയ്തവർക്കും പോസിറ്റീവ് ആകാറുണ്ട്. അപ്പോൾ അതെല്ലാം ഓരോരുത്തരിലും ഡിപ്പെൻഡ് ആണ്. ചിലവർക്ക് ഡേ 5 അല്ലെങ്കിൽ ഡേ 6 ബ്ലാസ്റ്റോസിസ് എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ ചിലവർക്ക് ഡേ 2വും ഡേ 3യും എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അതെല്ലാം പേഷ്യൻസിന്റെ എല്ലാ കണ്ടീഷൻസും നോക്കിയിട്ട് അതനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്ക് ഏത് എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നൊക്കെ. അടുത്ത ചോദ്യമാണ്, ഡോണർ എഗ്ഗിൽ എംബ്രിയോസ് കിട്ടിയില്ലെങ്കിലോ? അപ്പൊ നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ ക്വാളിറ്റിയുള്ള എഗ്ഗ് ഉള്ള ഡോണറിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യത അവിടെ വരാൻ വളരെ വളരെ ചാൻസ് കുറവാണ്. അടുത്ത ചോദ്യമാണ്, എനിക്ക് 12 ആണ്, ബീറ്റ HCG വാല്യൂ പോസിറ്റീവ് ആകുമോ? 2 ഡേയ്സ് കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 12 എന്ന് പറഞ്ഞ ബീറ്റ HCG വാല്യൂ വളരെ വളരെ ലോ ആണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആകാനാണ് ചാൻസ്. ഇനി വാല്യൂ ലോ ആകുവാണെങ്കിൽ നെഗറ്റീവ് ആകാനാണ് ചാൻസ്. അടുത്ത ചോദ്യമാണ്, എനിക്ക് 18-നായിരുന്നു ട്രാൻസ്ഫർ, ഹസിന്റെ സാമ്പിൾ 15-ന് എടുത്തു, അപ്പോൾ ഡേ 3 അല്ലേ? അതെ, ഡേ 3 തന്നെയാണ്. 31st ആൻഡ് 2nd ജൂൺ ടെസ്റ്റ്, 26th ആൻഡ് 27th 1 സൈഡ് ബാക്ക് പെയിൻ ഉണ്ടായി, വേറെ ഒരു സിംറ്റംസും ഇല്ല. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് പോസിറ്റീവ് തന്നെയാണ്. നേരത്തെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ കുട്ടിയുടെ കമന്റ് ഞാൻ വായിച്ചിരുന്നു. ഇത് നേരത്തെ ഇട്ടൊരു കമന്റ് ആണ്. അപ്പോൾ ഈ കമന്റ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് സിംറ്റംസ് ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമോ എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിംറ്റം പോലും ഇല്ലെങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആകും. അതൊക്കെ ഓരോരുത്തരുടെ ശരീരത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാവുന്നതും ഉണ്ടാവാതിരിക്കുന്നതും. അപ്പോൾ സിംറ്റംസ് ഉണ്ടെന്ന് ഓർത്ത് അതും ടെൻഷൻ ആകേണ്ട കാര്യമില്ല, സിംറ്റംസ് ഒന്നും ഇല്ല എന്നോർത്തും അതും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. അടുത്ത ചോദ്യമാണ്, 4 എംബ്രിയോസ് കിട്ടിയുള്ളൂ, ഡേ 2 ആണ്, കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ആവും, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ചോദ്യമാണ്, ഹലോ ഡിയർ, ഞാൻ അൺമാരീഡ് ആണ്, തിക്കൻഡ് എൻഡോമെട്രിയം 15.4 നോർമൽ ആണ്. അപ്പൊ നോർമൽ അല്ല, എൻഡോമെട്രിയൽ തിക്നെസ് കൂടുതലാണ്. തിക്നെസ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? തിക്നെസ് കുറയ്ക്കാനായിട്ട് എല്ലാ ടിപ്സും ഞാൻ ഉടനെ തന്നെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യമാണ്, ഹലോ ചേച്ചി, ചൂരമീൻ കഴിക്കാവോ? അപ്പൊ ചൂരമീൻ പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്തും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് ബെറ്റർ. കാരണം ചൂരമീനിൽ ഒരുപാട് മെർക്കുറി കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെർക്കുറി കണ്ടന്റ് കുറവുള്ള ഫിഷസ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യമാണ്, ചേച്ചി മാരേജ് കഴിഞ്ഞ് 2 ഇയേഴ്സ് ആയാൽ IVF ചെയ്യുമോ? എനിക്ക് എൻഡോമെട്രിയോസിസ് ആണ്, ഇതുവരെ പ്രഗ്നന്റ് ആയില്ല, ഇനിയും ലേറ്റ് ആയാൽ എഗ് ക്വാളിറ്റി കുറവാകുമോ എന്ന് പേടിയുണ്ട്. അപ്പൊ ഡോക്ടറെ കാണിച്ചിട്ട് തീർച്ചയായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തേണ്ടതുണ്ട്. ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ മാത്രം കാണിക്കുക. കാരണം എന്നാൽ മാത്രമാണ് IVFന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ IVFന്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF ചെയ്യാവുന്നതാണ്. പേടിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇവിടെ ഇല്ല. അടുത്ത ചോദ്യമാണ്, പീരീഡ്സ് മിസ്സായി 19 ഡേയ്സിലാണ് ടെസ്റ്റ് ചെയ്തേ, പോസിറ്റീവ് ആയിരുന്നു, ബീറ്റ HCG 411. ഡോക്ടറെ കാണിച്ചപ്പോൾ ഏർലി സ്റ്റേജ് ആണ്, ബേബി യൂട്രസിൽ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. 15 ഡേയ്സ് കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ചെറിയ സ്പോട്ടിംഗ് കണ്ടു, ഡുഫാസ്റ്റോൺ കഴിക്കുന്നുണ്ട്. ഇത് നോർമൽ ആണോ? അപ്പോൾ നോർമൽ ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് 15 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ് ചെയ്യിപ്പിക്കുക. അപ്പോഴത്തേക്ക് എല്ലാം തന്നെ സെറ്റ് ആവും, ബേബിയുടെ ഹാർട്ട് ബീറ്റും ഒക്കെ വന്നിട്ടുണ്ടാകും. അടുത്ത ചോദ്യമാണ്, ഞാൻ IVF ചെയ്യാനുള്ള പ്ലാനിങ്ങിലായിരുന്നു, ഇന്ന് സ്കാൻ നോക്കിയപ്പോൾ AFC കുറവാണ്, അത് ക്യാൻസൽ ചെയ്തു, നാളെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനിരുന്നതാ. അപ്പോൾ അത് ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. കാരണം AFC എല്ലാ മാസവും ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് AFC ഇൻക്രീസ് ചെയ്യാനായിട്ട് സപ്ലിമെന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് എടുത്തിട്ട് കറക്റ്റ് ആക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് തിരഞ്ഞെടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമന്റ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്. ബൈ ബൈ.